ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തിന് ഇന്ന് തുടക്കമാകുമ്പോൾ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടില്ല. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അടിസ്ഥാന സൗകര്യത്തിലും നിർമ്മാണങ്ങൾ പലതും പാതി വഴിയിലാണ്. തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഭക്തർ എത്തിത്തുടങ്ങി. എന്നാൽ എരുമേലിയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടില്ല. വലിയമ്പലത്തിന് സമീപത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലടക്കം കാലതാമസമുണ്ടായിട്ടുണ്ട്. ഭക്തർ കുളിക്കുന്ന തോട്ടിലെ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. എന്നാൽ ഇപ്പോഴും ഈ ജോലികൾ പൂർത്തിയായിട്ടില്ല. അയ്യഭക്തന്മാർക്ക് വിരിവെക്കുവാനോ അവർക്ക് ബാത്റൂമിൽ ഏറ്റവും വലിയ വെച്ചാൽ അവർക്ക് ശൗചാലയങ്ങളിൽ പോകാനുള്ള സൗകര്യം പോലും ഇല്ല. ശൗചാലയങ്ങൾ തുറന്നിട്ടില്ല. മുൻ വർഷങ്ങളിലൊക്കെ ഇത് ഒരു 2-3 ആഴ്ച മുമ്പ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തീരുമായിരുന്നു. ഈ വർഷം മാത്രം ഒന്നുമായിട്ടില്ല. നോക്കുവാണെങ്കിൽ അയ്യപ്പന്മാർ വന്നാൽ അവർക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ എരുമേലിലുള്ളത്. ഭക്തർ വിരിവെക്കുന്നതിന് സമീപത്തുള്ള കാട് വെട്ടിത്തെളിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ശൗചാലയങ്ങളുടെ കാര്യത്തിലും വ്യക്തത കുറവുണ്ട്. മാലിന്യം നീക്കം ചെയ്യുന്നതിലും KSRTC സ്റ്റാൻഡിന്റെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ KSRTC അവിടെ അവിടെ വാഹനം കയറാൻ പറ്റത്തില്ല. കാരണം മിനിഞ്ഞാന്നാണ് അവിടുത്തെ വലിയ അഗാധമായിട്ടുള്ള കുഴികള് കോൺക്രീറ്റ് ഇട്ട് അതിന്റെ പ്രതലം വൃത്തിയാക്കിയത്. ആകെ പരിമിതമായ സ്ഥലമാണ്. ആ ഉള്ള ഇട പോലും വാഹനങ്ങൾ കയറ്റാതെ ഇപ്പോൾ അവിടെ ഓപ്പറേറ്റിംഗ് സെന്റർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 400 തീർത്ഥാടകർക്ക് ഒരുമിച്ച് വിരിവെക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടാതെ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അവലോകന യോഗ തീരുമാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാത്തതാണ് ആശങ്കയുണ്ടാക്കുന്നത്. എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായി നടത്തിയെന്ന് പറയുമ്പോഴും എരുമേലിയിൽ എല്ലാ കൊല്ലവും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇത്തവണയും അതിന് ഒരു മാറ്റവുമില്ല. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.